ദൈവനാമം പ്രാർത്ഥിക്കാം. ഈശോർത്താവേ, താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങയുടെ വിലയേറിയ വചനം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങ് വിളമ്പിത്തരാൻ പോകുന്നതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു കർത്താവ്. അങ്ങയുടെ ശബ്ദം കേൾക്കാനായിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുന്നു കർത്താവ്. ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. താങ്ക് യു ലോർഡ്. ഈശോർത്താവിന്റെ നാമത്തിൽ ആമേൻ. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പാസേജ്, എൻ്റെ ജീവിതത്തിലെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാസേജ് ആണ് യോഹന്നാൻ 21-ാം അധ്യായം. ഞാൻ ഈ ദിവസങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോൾ യോഹന്നാൻ 21-ാം അധ്യായം ധ്യാനിക്കുമായിരുന്നു. അതിനകത്തെ ആ ചിന്തകൾ എൻ്റെ മനസ്സിൽ പിന്നെയും വരുമായിരുന്നു. അത് തന്നെയാണ് ഇന്ന് രാവിലെയും ഷെയർ ചെയ്യാനായിട്ട് കർത്താവ് ഇവിടെ വന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും ഒത്തിരി അറിയാവുന്ന ഒരു കാര്യമാണ്, ചാപ്റ്ററാണ് യോഹന്നാൻ 21. ഇവിടെ നമ്മൾ കാണുന്നത് 7 ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോവാ. അവർക്ക് കർത്താവ് അവരൊരു വളരെ അൺസേർട്ടണും, അവർക്ക് ഒന്നും അറിയാൻ പറ്റാത്ത, അവർക്ക് അറിഞ്ഞൂടാ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടിയെന്ന്. കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ അവർക്ക് ഭക്ഷണം കഴിക്കാനെല്ലാം ആവശ്യത്തിനുണ്ടായിരുന്നു. കർത്താവ് അതിശയമായിട്ട് പ്രൊവൈഡ് ചെയ്തു. ഇപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ കാണുന്നില്ല. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടിയെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവർ വിചാരിച്ചു കാണും, ശരി എന്നാൽ നമ്മള് മീൻ പിടിക്കാൻ പോയേക്കാം എന്നുള്ള ചിന്തയിലാണ്. കാരണം ഭക്ഷണം കഴിക്കണമല്ലോ, ആവശ്യത്തിന് ഭക്ഷണം വേണമല്ലോ, ഇതൊക്കെ അവരുടെ മനസ്സിൽ വന്നു കാണും. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യം, അവർ മീൻ പിടിക്കാൻ പോയതിനെ കർത്താവ് തെറ്റായിട്ട് അവിടെ പറയുന്നില്ല. ഞാനപ്പോ ഓർക്കുമായിരുന്നു, കർത്താവ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവ് ആദ്യം വിളിച്ചപ്പം കർത്താവ് പറഞ്ഞത് എന്നെ അനുഗമിക്കാം എന്നാ പറഞ്ഞ്. കർത്താവ് ആക്ച്വലി അവരോട് പറഞ്ഞില്ല നിങ്ങളുടെ മീനിനും നെറ്റിനെ ഒന്നും വിട്ടിട്ട് വരാനായിട്ട്. കർത്താവ് പറഞ്ഞു യു ഫോളോ മീ, എന്നെ അനുഗമിക്കാന്നാ പറഞ്ഞ്. അപ്പം ഈവൻ ഈ സമയത്ത് പോലും കർത്താവിനെ അനുഗമിക്കാന്ന് പറയുമ്പം കർത്താവിന്റെ ഗൈഡൻസിൽ പോവുക, കർത്താവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക, കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്, കർത്താവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരിക എന്നാണ് എനിക്ക് ഈ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്ക് 3-ാമത്തെ വാക്യം വായിക്കാം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നമ്മുടെ ജീവിതത്തിലെ റിസറക്റ്റഡ് ലോർഡ്, അതായത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞതിന് ശേഷവും കർത്താവ് ആരാന്ന് മനസ്സിലാക്കിയതിന് ശേഷവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യത്തിൽ റിസൾട്ട്സ് കാണാറില്ല. നമ്മൾ ഒത്തിരി അങ്ങ് വിഷമിക്കും. ഇത്രയും ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഇന്നലെ എൻ്റെ സഹോദരനോട് സംസാരിക്കുമായിരുന്നു. പ്രിയ മകൾ പറയുമായിരുന്നു, ഇങ്ങനെ അവരുടെ ജീവിതത്തെ അനുഭവം വെച്ചിട്ട് ഇത്രയും നാള് ഞാൻ ചെയ്തതിനകത്ത് ഒരു റിസൾട്ട്സും കാണുന്നില്ല, ഹോൾ ലൈഫ്. പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? കർത്താവ് ആ രീതിയിലാണ് ഒരു സർക്കംസ്റ്റൻസ് ഇവിടെ പത്രോസിനും ബാക്കി ശിഷ്യന്മാർക്കും 6 പേർക്കും ഉണ്ടായത്. എന്ത് ഉപയോഗം ഉണ്ടായി? ഹോൾ നൈറ്റ് യാത്ര, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. എന്നെ ഏറ്റവും എൻകറേജ് ചെയ്ത വേഴ്സ് അതാണ്. കർത്താവ് അവിടെ നിന്നിരുന്നു. ഇംഗ്ലീഷിൽ അതിങ്ങനെ, ജീസസ് സ്റ്റുഡ് ഓൺ ദ ബീച്ച്. കർത്താവ് ശരി അവർ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്ത് ഇരിക്കുവല്ല, കർത്താവ് നിന്നിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ ഡിഫിക്കൽട്ട് സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തപ്പോഴും നമ്മൾ ഹോൾ നൈറ്റ് അല്ലെങ്കിൽ ഹോൾ ലൈഫ് ടോയിൽ ചെയ്തിട്ട് ഒന്നും അതിന്റെ ജീവിതം കൊണ്ട് പ്രയോജനമില്ലാന്ന് തോന്നുന്ന സമയത്ത് ആക്ച്വലി കർത്താവ് അവിടെ നിന്നിരുന്നു എന്നാ വായിക്കുന്നത്. നമ്മൾ സ്റ്റെഫാനോസിനെ അവർ കല്ലെറിഞ്ഞ സമയത്ത് യേശു കർത്താവ് നിന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സർക്കംസ്റ്റൻസിൽ കർത്താവ് ഉറങ്ങിപ്പോവല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് ആക്ച്വലി നിൽക്കുക, ഹി സ്റ്റുഡ് ദേർ. അതുകൊണ്ട് നമുക്ക് ഹി സ്റ്റാൻഡിങ്, നിൽക്കുന്നതിന്റെ എന്തോ കാണുന്നത്, റെഡി ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ തളർന്നു പോവാതെ നമ്മൾ വീണ് പോയാൽ നമ്മളെ പിടിക്കാൻ അവരേറ്റവും സ്പിരിച്വൽ ആയിട്ടുള്ള പ്രെയർ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴാണോ കർത്താവ് നിന്നിരുന്നത്? അല്ല, അവർ ഏറ്റവും തളർന്നിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നിന്നിരുന്നു. ഞാനത് രാവിലെ ധ്യാനിച്ചപ്പോൾ എനിക്കത് കിട്ടി. എനിക്ക് ആ ഒരു വാക്ക് തന്ന ധൈര്യം എനിക്ക് പറയാൻ പറ്റില്ല. നിന്നിരുന്നു എന്ന് വെച്ചാൽ എത്ര നേരം കൊണ്ട് നിൽക്കുമായിരുന്നു നമുക്കറിയത്തില്ല. പക്ഷെ അതിനകത്തെ ഏറ്റവും നമ്മുടെ ജീവിതത്തിലും വരുന്ന ഏറ്റവും സങ്കടകരമായ കാര്യമാണ് 4-ാമത്തെ വാക്യം.
4-ാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് ലൈന്, യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു ആകുന്നു ശിഷ്യന്മാർ അറിഞ്ഞില്ല. നമ്മുടെ എല്ലാ സാഹചര്യത്തിലും കർത്താവ് ഉണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല എന്ന്. പക്ഷെ പലപ്പോഴും നമ്മള് കണ്ണ് തുറന്ന് കർത്താവിനെ കാണാൻ, കർത്താവിനെ മനസ്സിലായെന്ന് പിന്നെ കാണുന്നുണ്ട് യോഹന്നാന്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് ആകുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. They did not know that it was the Lord. The Lord is standing with us in all our difficult situations. He's standing there. He's just waiting to talk to us, tell us what to do. എന്താ ചെയ്യേണ്ടതെന്ന് അടുത്ത സ്റ്റെപ്പ് പറയാനായിട്ട് കർത്താവ് നോക്കിയിരിക്കുക. പലപ്പോഴും നമ്മുടെ കണ്ണ് നമ്മുടെ പ്രസന്റ് സാഹചര്യത്തെ വെച്ചിട്ട് നമ്മളങ്ങ് കുരുടാക്കി വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു കർത്താവിനെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരുടെ കണ്ണ് സാത്താൻ കുരുടാക്കി വെക്കും. നമ്മുടെ കണ്ണ് പലപ്പോഴും നമ്മൾ തന്നെ കുരുടാക്കി വെക്കുക. എന്നാൽ കർത്താവ് ആകുന്നു എന്ന് അവർ അറിഞ്ഞില്ല. എന്നാലും അഞ്ചാമത്തെ വാക്യത്തില് യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പ് ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. എന്തൊരു ഡിഫറെന്റ് ടേൺ ഓഫ് ഇവന്റ്സാ. അതായത് കർത്താവിന്റെ ആ സ്നേഹമാ. ഇത് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്നത്, ഇതേ സ്നേഹമാ ഞാൻ ബാക്കിയുള്ള ദൈവമക്കളോട് കാണിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലുള്ള ദൈവമക്കളാണെങ്കിലും പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള ദൈവമക്കളോട് കരുണ കാണിക്കാനാ നമുക്ക്, അല്ലെങ്കിൽ സ്നേഹം കാണിക്കാനാ നമുക്ക് മടി. നമ്മളെപ്പോഴും ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ നോക്കും, ബാക്കിയുള്ളവരെ. പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവിന്റെ സ്നേഹം എന്റെ ജീവിതത്തിൽ ഞാൻ ബാക്കിയുള്ളവരോട്, അതായത് തെറ്റിപ്പോകുന്നവരോട് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തവരോട്, അല്ലെങ്കിൽ ക്ഷീണിച്ച് തളർന്ന് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇരിക്കുന്നവരോട് കർത്താവ് ഇവിടെ പറയുക, കർത്താവ് അവർക്ക് വലിയൊരു ക്യാച്ച് കൊടുക്കാൻ പോവാ. കർത്താവ് അവരോട് സംസാരിക്കുക. കർത്താവ് അവരെ വഴക്ക് പറയുവല്ല. കർത്താവ് അവരോട് ചോദിച്ചില്ല, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ മീൻ വിളിക്കാൻ പോയെന്ന്. ഇനി ഒന്നും ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പണ്ട് പറഞ്ഞായിരുന്നു അവരോട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞില്ല, ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ കൂടാതെ, എന്താ എന്നോട് ചോദിക്കാഞ്ഞേ. ഇങ്ങനൊന്നും കർത്താവ് ചോദിച്ചില്ല. കർത്താവ് അവരോട് പറഞ്ഞു. കർത്താവ് ഓൾറെഡി അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും കർത്താവ് പറഞ്ഞില്ല. ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവ് എപ്പോഴും ഞാൻ ഓർക്കും, അവരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് അവരുടെ ഫിഷും കൂടെ വെച്ച് അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ അവരെ സഹായിക്കുമ്പോൾ അവർക്ക് എന്തൊരു ചരിതാർത്ഥ്യമായിരിക്കും അവരുടെ ഉള്ളിലുള്ളത്. കർത്താവിന്റെ ആ ഹ്യൂമിലിറ്റി ടു ഇൻവോൾവ് ദെം ഓൾസോ. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തു. ഈവൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ പോലും നമുക്ക് അതിന്റെ ഒരു പ്രൈഡ് ഉണ്ട് നമ്മുടെ ഉള്ളില്. കർത്താവ് അങ്ങനെയല്ല, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു, അവരെ കൊണ്ട് മീൻ പിടിപ്പിച്ചു. അത് മാത്രമല്ല, എന്റെ മനസ്സിൽ വന്നത്, അത്ര അസാധ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവര് നല്ല ഫിഷർമെൻ, അവർക്ക് നല്ലതായിട്ട് മീൻ പിടിക്കാൻ അറിയാം. അവർക്കറിയാം ഇന്ന സമയത്ത് നൈറ്റില് എവിടെ ആയിരിക്കും മീൻ കിടക്കുന്നതെന്ന്. അതും ഒരാൾ തന്നെയല്ല പോയത്, 7 പേര് ചേർന്ന്, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഫിഷർമെൻ 7 പേര് മുക്കുവര് ചേർന്നാ പോയത്. പക്ഷെ അവർ കിട്ടാത്ത സാഹചര്യത്തില് കർത്താവ് ഒരു വാക്കിന് മീനെല്ലാം കർത്താവിനെ അനുസരിച്ച് കർത്താവ് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നു. കർത്താവിന്റെ ഗൈഡൻസിൽ അവർ കാര്യങ്ങൾ ചെയ്തപ്പോൾ എത്ര വലിയ അനുഗ്രഹമായി തീർന്നു. ഈ മീൻ പിടിക്കുന്നത് ഒരു ജീവിതത്തിലെ ഒരു സാധാരണ സാഹചര്യമാണ് കാണിക്കുന്നത്. നമ്മുടെ സാധാരണ സാഹചര്യത്തിലെല്ലാം കർത്താവ് ഉണ്ടെങ്കിൽ, ഇവിടെ അവർക്ക് കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞില്ല. അറിഞ്ഞിട്ട് കർത്താവിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി മോർ ബ്ലെസ്സഡ്. നമ്മൾ കർത്താവിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ അവസരത്തിലും കർത്താവിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ എത്ര വലിയ അനുഗ്രഹമായിരിക്കും ഞാൻ ചിന്തിക്കുമായിരുന്നു. നമ്മുടെ കഷ്ടപ്പാടെല്ലാം പെട്ടെന്ന് തീർന്നേനെ. പലപ്പോഴും നമ്മള് സ്ട്രഗിൾസിനെ പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുക. എന്നാൽ കർത്താവ് അതിൻ്റെ അകത്തോട്ട് ഒന്ന് കടന്നു വരുമ്പോൾ എത്ര വ്യത്യാസമാണ്. ഒരു മീനും ഇല്ലാത്തടത്ത് വലിയ മീൻ കൊണ്ട് നിറഞ്ഞു. അത് കഴിഞ്ഞ് അതിനെ എണ്ണിയപ്പോ 153 ആയി. അവർക്ക് വല വലിപ്പാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇതിനകത്തെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അവർ വീശി എന്നാ കാണുന്നത്. അവർക്ക് കർത്താവെന്ന് അറിഞ്ഞിട്ടല്ല അവർ വീശിയത്. ഒരു സ്ട്രേഞ്ചർ അവിടെ നിന്ന് പറഞ്ഞു അത് അവർ വീശി. ഈ കാര്യത്തിൽ ഞാൻ അത് വായിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നത്, പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തില് കർത്താവ് നമ്മൾ തളരരുത്. നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുമായിരുന്നു, 2 ചെറിയ എനിക്ക് എപ്പോഴും സാധാരണ
എന്റെ ജീവിതത്തിലെ സാധാരണ സാഹചര്യത്തിൽ കർത്താവ് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് എന്നെ എപ്പോഴും ചിന്തിക്കുന്ന എന്നെ എപ്പോഴും ധൈര്യപ്പെടുത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എന്റെ മകന് ഒരു പുസ്തകം വേണമായിരുന്നു. ഞാൻ അവനോടുള്ള സ്നേഹത്തില് ഞാൻ വീട് മുഴുവൻ തപ്പി. അവനിവിടെ ഇല്ല, അവനത് അയച്ചു കൊടുക്കണം. സാധാരണ കാണാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും തപ്പി, അതും കണ്ടില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞങ്ങൾ കുറെ വർഷങ്ങളായ നോട്ട്ബുക്ക് ചിലപ്പോൾ തൂക്കി വിറ്റ് കാണും എന്നൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ വന്നത് അവനൊരു ദൈവമകനാ, അവൻ ഈ പുസ്തകം വേണം എന്നുള്ളത് കർത്താവിന് അറിയായിരുന്നു. കർത്താവ് അതെടുത്ത് മാറ്റി വെച്ച് കാണും. ഇതെന്റെ മനസ്സിൽ. പക്ഷെ അത് എവിടാന്ന് എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ വളരെ ടയർഡായിട്ടിരിക്കുന്ന ഒരു ഈവനിങ് ടൈമാണ്. പക്ഷെ കർത്താവ് ഈ രണ്ട് കാര്യങ്ങളുമാണ് എന്നെ ഗൈഡ് ചെയ്തത്. നമ്മുടെ എല്ലാ സാഹചര്യത്തിലും, അതായത് ദൈവത്തോടുള്ള സ്നേഹവും ബാക്കി വിശ്വാസികളോടുള്ള സ്നേഹവും. ആ സ്നേഹത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എത്ര ടയർഡ് ആണെങ്കിലും നമുക്ക് കർത്താവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയും കഷ്ടപ്പെടാൻ അതൊരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നത്തില്ല. കാരണം സ്നേഹത്തിൽ നിന്നല്ലേ വരുന്നത്. ഞാൻ ആക്ച്വലി ഒരു 2 മണിക്കൂർ തപ്പിയതിന് ശേഷം വന്നിരുന്നു. അപ്പോഴെന്റെ മനസ്സിൽ വന്നത്, കർത്താവ് എനിക്കിത് എവിടാന്ന് അറിയത്തില്ല, പക്ഷെ കർത്താവിന് അറിയാമല്ലോ. ആ വിശ്വാസം എന്റെ ഹൃദയത്തിലോട്ട് വന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സെർച്ച് ചെയ്യാനായിട്ട് തോന്നി. ഞാൻ അവിടെ പോയി അവിടെയും ഞാൻ 1 മണിക്കൂർ സെർച്ച് ചെയ്തു. പക്ഷെ അതിന്റെ അവസാനം ആ പുസ്തകം കണ്ടെത്താനായിട്ട് എത്ര അതിശയമായിട്ടാണ് ആ പുസ്തകം കണ്ടെത്താനായിട്ട് ഇടയായി. അപ്പൊ ദൈവം, ഞാൻ അതുപോലെ ഞാൻ ഇന്നലെ ചിന്തിക്കുമായിരുന്നു, ഇന്നലെ രാത്രിയിലും കൂടെ എന്റെ മകൾക്ക് ഒരു ടാബ്ലറ്റ് വേണം. ആ ടാബ്ലറ്റ് ആക്ച്വലി ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ മറന്നുപോയി. രാത്രിയായി, ഇനിയിപ്പം അർദ്ധരാത്രിയിൽ എവിടെ നിന്ന് കിട്ടാനാ? പക്ഷെ എന്റെ മനസ്സിൽ, കർത്താവെ ഈ നീഡ് കർത്താവിന് അറിയാമല്ലോ, ഞങ്ങൾ മറന്നു പോകുന്ന കർത്താവിന് അറിയാമല്ലോ. കർത്താവ് ആ നീഡ് നേരത്തെ മനസ്സിൽ കണ്ടിട്ട് കർത്താവ് അത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു കർത്താവിനോടുള്ള വിശ്വാസത്തിലും മകളോടുള്ള സ്നേഹത്തിലും ഈ കാര്യം തപ്പാൻ തുടങ്ങി. 5 മിനിറ്റിനുള്ളിൽ ആ ടാബ്ലറ്റ് കിട്ടാനായിട്ട് ഇടയായി. ദൈവം എങ്ങനെയാ, നമ്മൾ പലപ്പോഴും മടുത്തു പോകുന്നവരാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മടുത്തു പോകാതെ കർത്താവ് അതിനൊരു സൊല്യൂഷൻ, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവ് ഒരു സൊല്യൂഷൻ തരും, ഉറപ്പായിട്ടും തരും എന്നുള്ള ആ വിശ്വാസത്തിൽ പോകുമ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇവരവിടെ വല വീശുമ്പോൾ, ആ പോയിന്റാ ഞാൻ പറയാൻ വന്നത്. അവർ വീശുമ്പോൾ അവർ കർത്താവാണെന്ന് അറിഞ്ഞിട്ടല്ല വീശിയത്. ഇമാജിൻ, അവര് പറയോ, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾക്ക് ഫിഷിങ്ങിനെ പറ്റി, മീൻ പിടുത്തതിനെ പറ്റി അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞില്ല അവര്. പലപ്പോഴും ദൈവം നമ്മുടെ സാഹചര്യത്തിന്റെ സൊല്യൂഷൻസ് ദൈവം കൊണ്ടുവരുന്നത് ചിലപ്പം വേറെയുള്ള മനുഷ്യരിൽ കൂടിയായിരിക്കും, ചിലപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടി ആയിരിക്കും. അത് നമ്മള് അത് നമ്മള് അത് നമ്മള് തട്ടി മാറ്റിയാൽ ചിലപ്പോ നമുക്ക് ദൈവത്തിന്റെ ഡെലിവറൻസ് കിട്ടത്തില്ല. ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജയോത്സവമായി നടക്കുന്നവരാ ക്രിസ്തുവിൽ. എപ്പോഴും ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എന്തുണ്ട് സിസ്റ്റർ വിശേഷം, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കുറെ നാൾ കഴിഞ്ഞ്, എനിക്ക് ആക്ച്വലി ഒരു സെക്കൻഡ് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ജയോത്സവമായിട്ടാണ് നടക്കുന്നതെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അത് വളരെ സത്യമായിട്ട്, അതായത് പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല, ഹോൾ നൈറ്റ് ജോലി ചെയ്തിട്ട് റിസൾട്ട് കാണാഞ്ഞിട്ടല്ല, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് അവിടെ നിന്നിരുന്നു എന്നുള്ളൊരു ബോധ്യം എന്റെ ഉള്ളിലുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ അത് അവിടെ ഒരു ശിഷ്യൻ അത് മനസ്സിലായി. 7-മത്, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഞാനിവിടെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ളത് യോഹന്നാൻ തന്നെ പറ്റി തന്നെ പറയുക. ഞാൻ ആലോചിക്കുക, യോഹന്നാൻ ഇങ്ങനെ പറയാനുള്ള ഒരു ധൈര്യമില്ല, ഞാൻ സ്നേഹിച്ച കർത്താവ്, അതിനേക്കാട്ടിലും കൂടുതൽ യേശു സ്നേഹിച്ചു. ചിലപ്പോ യോഹന്നാൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, ഞാൻ ഒത്തിരി പ്രാവശ്യം കർത്താവിനെ പലതായിട്ടും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എവിടെയാണ്, വലതുഭാഗത്താണോ ഇടത്ത് ഭാഗത്താണോ ഇരിക്കേണ്ടത്, ആരാണ് വലിയവൻ, ഇങ്ങനെയൊക്കെ കർത്താവിനെ പറ്റി ഞാൻ ചിന്തിച്ചെങ്കിലും യേശു എന്നെ സ്നേഹിച്ചു. ആ ഒരു കാര്യം, വലിയൊരു ബോധ്യം. ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ആക്ച്വലി കർത്താവ് എന്നെ സ്നേഹിച്ചെങ്കിൽ, കർത്താവ് എന്നെ സ്നേഹിച്ചെങ്കിൽ അത് മതി. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അവന്റെ കണ്ണുകൾ തുറന്നു. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്കൊരു ആൻസർ ഇല്ലാതെ നമ്മൾ ഇരിക്കുമ്പോൾ, കർത്താവെ അങ്ങയോ ഈ സിറ്റുവേഷനിൽ അങ്ങ് എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് കാണുവാൻ അടിയനെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കാതിരിക്കുമോ കർത്താവിനെ കാണാതിരിക്കുമോ നമ്മൾ ഒരിക്കലും ഇല്ല. ആക്ച്വലി കർത്താവ് അവിടെ നിൽക്കുന്നുണ്ട്, നിന്നിരുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. 3 പേരുടെ റിയാക്ഷൻ ഞാനിവിടെ വായിച്ചു. യോഹന്നാന് മനസ്സിലായി. അടുത്തത് പത്രോസ് എന്തോ ചെയ്തത്, ശിമോൻ പത്രോസ് അത് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി.
വേറെ 5 പേരെന്താ ചെയ്ത്? ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട്, വലിയ ഭാരമാത് ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കർത്താവ് ഈ 3 പേരെയും റെക്കഗ്നൈസ് ചെയ്തു. അല്ലെങ്കിൽ ഈ 3 കൂട്ടരുടെയും കർത്താവ് പേരവിടെ ഈ യോഹന്നാൻ 21 അധ്യായത്തിൽ എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ഓർക്കുമായിരുന്നു, ആരുടെയും ജോലി വേറൊരാളെക്കാൾ മേന്മയേറിയതല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ ഏറ്റവും വിശേഷതയുള്ളവരല്ല. പ്രിയപ്പെട്ടവരെ, പേര് പോലും ഇതിന്റെ ആദ്യത്തെ ഭാഗം വായിച്ചാൽ രണ്ടാം വാക്യം വായിക്കുമ്പോൾ 5 പേരുടെ പേര് പറഞ്ഞിട്ട് വേറെ 2 പേരെയും ഒരുമിച്ച് കൂടി എഴുതിയിട്ടുണ്ട്. വേറെ 2 പേര്. അപ്പൊ ആ 2 പേരുടെ പേര് പറഞ്ഞിട്ട് പോലും ഇല്ല. ഓർക്കുമായിരുന്നു, ഇവരുടെ എല്ലാം പേര് സ്വർഗത്തിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ പേര് മുമ്പിൽ വന്നോ, നമ്മളെ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്തോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും ദൈവ സഭയുടെ, യൂണിവേഴ്സൽ ചർച്ചിന്റെ, ലോക്കൽ ചർച്ചിന്റെ വേണ്ടി നമ്മൾ ചിലപ്പം വല വലിച്ചുകൊണ്ട് ഒരു ചെയർ ഇടുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും കൂടെ രാത്രിയിൽ പോയി ഇരിക്കുമായിരിക്കും, ഒരു സുഖമില്ലാത്ത ഒരു സഹോദരന്റെ കൂടെ. ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടിയുള്ള ഫിനാൻസസ് അറേഞ്ച് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ നമ്മള് ഓടിച്ചാടി വേർഷിപ്പ് ചെയ്യാൻ വരുമായിരിക്കും. ആക്ച്വലി ഈ പത്രോസ് ചാടി ഓടി വന്നു കർത്താവിനോടുള്ള ഡിവോഷനില്. പക്ഷെ എല്ലാരെയും ദൈവം, എല്ലാവരുടെ ഹൃദയത്തിലെ ഡിവോഷൻ, കർത്താവിനോടുള്ള സ്നേഹം ഒരേപോലെയാ കാണുന്നത്. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് എല്ലാ ദിവസവും ചേർച്ചിലുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരിക്കും. ചിലപ്പോൾ കാരണം നമുക്കത് ആഗ്രഹം ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കും. ചിലപ്പോൾ നമുക്ക് മുമ്പിൽ വന്ന് പാട്ട് പാടാനുള്ള കഴിവില്ലായിരിക്കും. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് വായ തുറക്കാൻ പോലും പേടിയായിരിക്കും. പക്ഷെ ആരും അറിയാത്ത നമ്മുടെ പേര് പോലും പലർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ കർത്താവ് ആ മീൻ വലിച്ചുകൊണ്ട് വന്ന ശിഷ്യന്മാരെയും കൂടെ കർത്താവ് ഈ ഒരു അക്കൗണ്ടിൽ കർത്താവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ചിലർക്ക് കൂടുതൽ മാന്യതയും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രാർത്ഥന ഈ ഒരു കാര്യത്തിന് വേണ്ടി, ചിലപ്പോൾ നമ്മൾ ഒരാള് പ്രവർത്തനത്തിന് പോവായിരിക്കും, അതിനുവേണ്ടി നമ്മൾ ഹൃദയത്തിൽ എരിങ്ങി, കർത്താവെ ഇതുകൊണ്ട് അനേകം ആത്മാക്കള് കർത്താവിലേക്ക് വരുവാൻ ഇടയാകണമേ നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് അതും കാണും. കർത്താവ് അത് എഴുതി വെക്കും കർത്താവിന്റെ ഓർമ്മയുടെ പുസ്തകത്തില്. ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. ഇത് വായിച്ചപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചിന്തിക്കുമായിരുന്നു. നമ്മളിൽ പലരും വളരെ ഹൃദയഭാരത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. എങ്ങനെയെങ്കിലും ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും. കർത്താവിന്റെ ഗൈഡൻസോടെ അത് ചെയ്യാം. നമുക്ക് കർത്താവ് പറയുന്ന വാക്കിന് നമുക്ക് വല വീശാം. നമ്മൾ വേറൊരാൾ പറയുന്നത് കൊണ്ട് വേറൊരാൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതുപോലെ ചെയ്യാൻ നോക്കണ്ട. കർത്താവ് എന്താ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, എങ്ങനെ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തെ കർത്താവ് വലയിൽ വലിച്ചുകൊണ്ട് വരാതെ വണ്ണം ആത്മാക്കളെ കർത്താവിന് വേണ്ടി, അതായത് കർത്താവിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് ഇടയാക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. 9-ാം വാക്യം വായിച്ച് അതിന്റെ കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയിലേക്ക് വലിച്ചു കയറ്റി. അത് അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കം ആൻഡ് ഈറ്റ്. കർത്താവിന്റെ ഇൻവിറ്റേഷനാ എല്ലാ ദിവസവും. കം ആൻഡ് സീ, കം ആൻഡ് റെസ്റ്റ്, കം ആൻഡ് ഈറ്റ്. എന്തൊരു വലിയ ദൈവമായത് നമുക്ക് വേണ്ടി. ഞാൻ ഓർക്കുക, അവർക്ക് വേണ്ടി ഓൾറെഡി കർത്താവ് ഒരു തീ കത്തിച്ച് എത്ര പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സാഹചര്യങ്ങളിലും കർത്താവ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക നമ്മളുടെ നീഡ്സ്. കർത്താവ് വന്ന് പറയുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് കൈകൊണ്ട്. കർത്താവിന്റെ ഹ്യൂമിലിറ്റി നമ്മളെപ്പോഴും ചിന്തിക്കും, ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയല്ല, വേറൊരാളെ ചെയ്യട്ടെ. അല്ല, റിസറക്റ്റഡ് ലോർഡ്. എനിക്കത് ചിന്തിക്കാൻ വയ്യ. എനിക്കത് ചിന്തിച്ചിട്ട് അതിന്റെ ആ വലിപ്പവും മഹത്വവും മനസ്സിലാവുന്നില്ല. ആ ദൈവം പിന്നെയും ഈ തിരിഞ്ഞുപോയ ശിഷ്യന്മാരുടെ പണ്ട് കാല് കഴുകിയ ദൈവം ഇപ്പൊ പിന്നെയും വന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കും. നമ്മുടെ ഓരോ ദിവസത്തിലെ എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെ നമ്മളെ സെർവ് ചെയ്യാനായിട്ട് കർത്താവ് ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മറ്റുള്ള സഹോദരി സഹോദരന്മാരെ ഇങ്ങനെ തന്നെ നമുക്ക് ശുശ്രൂഷിക്കാം. നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാനല്ല, നമ്മൾ അവരെ വഴക്ക് പറയാനല്ല, നമ്മൾ അവരോട് സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കാനല്ല. ഇതെന്നെ പ്രത്യേകം ചിന്തിപ്പിച്ചൊരു കാര്യം. അതായത്
നമ്മൾ പലപ്പോഴും ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, എന്താ നിങ്ങൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് കമ്മനി. കർത്താവിന്റെ ആ സ്നേഹം എത്ര കുറവാ എനിക്കെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഈ സ്നേഹം, ഈ അഗപ്പേ ലവ് എനിക്ക് മറ്റുള്ള സഹോദരങ്ങളോട് തരണമെന്ന്. കർത്താവ് പറഞ്ഞത് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാനാ. കർത്താവ് എങ്ങനെ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിക്കാൻ. ആ സ്നേഹത്തിന് മുമ്പില് നമ്മള് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരായിട്ട് മാറും. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് അനുവദിക്കാം. ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കാം. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമുക്ക് ഇരിക്കാം. കർത്താവിന്റെ സ്വഭാവം, കർത്താവെ എന്നെ അങ്ങയോളം വളർത്തണമേ, എന്റെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. ആ യേശു സ്നേഹിച്ച ശിഷ്യന്റെ കണ്ണ് തുറന്നു. ഇറ്റ് ഈസ് ദ ലോർഡ്. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി ദിസ് ഈസ് ദ ലോർഡ്സ് ഡൂയിങ്, ഇത് ദൈവത്തിന്റെ കയ്യാലാണ് എന്റെ ഇന്നത്തെ ഏറ്റവും വിപരീതമായിട്ടുള്ള സാഹചര്യം വന്നത് നമുക്ക് പറയാം. കാരണം ദൈവം അവിടെ നിന്നിരുന്നു. കർത്താവ് അവിടെ നിന്നിരുന്നു എന്ന് മാത്രമല്ല, കർത്താവ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രമല്ല, കർത്താവ് അവരുടെ ഭക്ഷണം കൂടെ, അവരുടെ മീനും കൂടെ കൂട്ടിയെന്ന് മാത്രമല്ല, കർത്താവ് വന്ന് കഴിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി പിൻപിൽ അത് കഴിഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. വലിയ വലിയ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചു. നമുക്ക് ഈ വലിയ ദൈവത്തെ, ഈ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. നമുക്ക് കർത്താവിന്റെ മക്കളെ നമുക്ക് സ്നേഹിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. Father, Lord, we thank you. Thank you, Lord, for this blessed word we heard, Father. Yes, Lord. Thank you, Lord, for the message which was delivered. Thank you, Lord. Lord, we commit each one of us here gathered into your hands. Help each one of us as we heard, Lord, not just be hearers of the word, but, Lord, to do it, Lord Jesus, with your help, Lord. On our own, we fail. On our own, we won't be able to, Lord, love people like this. But, Lord, help us, Lord. We just want to be as you are, Lord Jesus. Help us, Lord, to be like you, to have a heart like you, to love people like you, and, Lord, to be exactly like you, Lord. Help us, Lord. Give us all compassionate hearts, Lord. Thank you, Lord, for this word. Commit each one who is joined here into your hands. Help each one of us, Lord, on a daily basis to walk triumphantly, victoriously in your grace. Thank you, Lord. In Jesus' name we pray. Amen. Praise the Lord.